ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിക്കാസ്കഫേ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയപ്പോൾ കൂടുതൽ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ നല്ലൊരു റെസിപ്പി ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോട്ടൽ സ്റ്റൈൽ നാടൻ മീൻ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. നമുക്ക് ഉള്ളി ഇതൊന്നും വാട്ടിയെടുക്കാതെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറിയാണ്. നമുക്ക് ആദ്യം മീൻ കറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ മൺചട്ടിയിലാട്ടോ മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ഇത് അതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള തക്കാളി കുറച്ച് പഴുപ്പ് കുറവാണ്. നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. തക്കാളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീൻ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വാളൻപുളി അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയെ മാത്രമേ നമ്മൾ കൈ വെച്ചിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞ് വരുള്ളൂ. കാരണം ഈ ഒരു മസാല നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു അരപ്പിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കാരണം നന്നായി തിളച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായി തിളക്കണം. എന്നാലേ ഒരു പുളിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല കൂട്ടിയെടുക്കുകയാണ്. സാധാരണ ഞാൻ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മസാല വെച്ചിട്ട് തന്നെ കേട്ടോ ഫിഷ് സാധാരണ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ മീനും എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും എപ്പോഴും ചേർക്കാറില്ല കേട്ടോ. നമ്മളെല്ലാ മീനിലും ആ ഒരു മസാലിന് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാ മീനിനും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മളിതുപോലെ വെറും മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മീനിൻ്റെയും കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. ചില മീനുകൾക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്താലായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഐക്കോറയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ മസാല കൂട്ടി പൊരിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ മസാല കൂട്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പ് പുളി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻകറി റെഡി ആവുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ പിന്നെ അധികം വേവൊന്നുമില്ല. നമുക്കൊരു 10 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സോസ് പാനിലേക്ക്. കുറച്ച് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ
കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഈ വാട്ടിയെടുത്തിട്ടുള്ള ഉള്ളി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഉള്ളി വാട്ടി ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. ഇതിന് മുകളിലായിട്ട് ഈ കറിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കട്ടെ. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീൻകറി സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ടോ മീൻകറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. മീൻകറി പൊതുവേ നമ്മൾ ഉണ്ടാക്കിയിട്ട് അന്ന് കഴിക്കുന്നതിലേറെ ടേസ്റ്റാണല്ലോ പിറ്റേ ദിവസമൊക്കെ കഴിക്കാൻ. അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇനി ഫിഷും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് മീൻകറിയും ഫിഷ് ഫ്രൈ ചെയ്തതും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും പപ്പടമാണ് കേട്ടോ ഞങ്ങൾക്ക് ലഞ്ചിനുള്ളത്. പിന്നെ കുറച്ച് മോരുകറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ ശിക മീൻകറി കൂട്ടൂല കേട്ടോ. അപ്പോൾ ശികക്ക് വേണ്ടിയിട്ട് കുറച്ച് മോരുകറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഭവാദി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഭവാദി എന്നുള്ള വീഡിയോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം ഭവാദിയിൽ നല്ല തിരക്ക് ഉണ്ടാവലുണ്ട്. അപ്പോൾ നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഭവാദി സൂക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊറോണ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഭവാദി സൂക്കിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല തിരക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നമുക്ക് വേഗം പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം തിരക്കില്ലാന്ന് തോന്നുന്നു സൂക്കിൽ. ഇനി കൊറോണ വന്നതിന് ശേഷം തിരക്ക് കുറഞ്ഞതാണോ എന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൂക്കിലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും ഒരുമിച്ച് വാങ്ങിപ്പോകാൻ പറ്റും കേട്ടോ. കാരണം എല്ലാ ഷോപ്പുകളും ഉണ്ടാകും ഈ ഒരു സൂക്കിൽ. ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക പാത്രങ്ങൾ, പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസ്, അങ്ങനെ എല്ലാം ഉണ്ടാവും കേട്ടോ ഈ ഒരു സൂക്കിൽ. പിന്നെ ഈ ഒരു സൂക്കിൽ നമുക്ക് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അതുപോലെ ബ്രാൻഡഡ് ഐറ്റംസ് അതും ഉണ്ട് കേട്ടോ. ജെൻസിൻ്റെതാണെന്നുണ്ടെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലൊക്കെ എല്ലാ വെറൈറ്റി ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈ ഒരു സൂക്കിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ബാഗുകൾ. അപ്പോൾ ഞാനിന്ന് എനിക്ക് ശികക്കും ബാഗ് എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ബാഗാണ് ആദ്യം തന്നെ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് നോക്കാൻ. അപ്പോൾ നമ്മൾ പൊതുവേ നമുക്കൊരു സ്വഭാവമാണല്ലോ, ആദ്യം കാണുന്ന കടയിൽ നിന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയാലും നമ്മളത് എടുക്കില്ല. കാരണം ഇവിടെ ഒരുപാട് കടകളുണ്ടാവും. അപ്പോൾ അടുത്ത കടയിൽ ചിലപ്പോൾ നമുക്ക് ഇതിലേറെ ഇഷ്ടപ്പെടുന്നതുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് എടുക്കാതെ പോരും. അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും. അപ്പോൾ ഞാൻ ആദ്യം കണ്ട കടയിൽ കയറി അപ്പോൾ പുറത്തുനിന്ന് തന്നെ നോക്കുകയാണ് കേട്ടോ. ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടൊന്നുമില്ല. പുറത്തുനിന്ന് തന്നെ നോക്കിയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ 1-2 ഇഷ്ടമായതുണ്ടായിരുന്നു കേട്ടോ. ശികക്ക് ഇഷ്ടമായത് ആ ഒരു ഷോപ്പിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു 2 ബാഗ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പിൽ സ്ഥലം കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കുറച്ച് വില കൂടുതലാണ് കേട്ടോ. നമ്മൾ ആദ്യം കയറിയ ഷോപ്പിലേറെ കുറച്ചും കൂടെ വില കൂടുതലാണ് ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ ഇക്കയും അക്മലും കൂടെ ഒരു ഷൂവും ഇതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പിൽ നമ്മൾ കയറാൻ സമയമായപ്പോഴേക്കും സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സ്ഥലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഷോപ്പിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വണ്ടിയിലേക്ക് പോകാമെന്ന് വെച്ചാൽ കുറച്ച് നടക്കാനുണ്ട്, ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട് വണ്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പുറത്ത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താട്ടോ ശിക ഓരോ ഷോപ്പിലും ഇങ്ങനെ പോയി നോക്കണം, പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണ്, നമുക്ക് ഇഷ്ടമായതുണ്ടോ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഫാൻസി ഷോപ്പ് അവളെ കണ്ടുപെട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവൾക്ക് ആദ്യം അതിൽ തന്നെ കയറണം. അപ്പോൾ നമ്മൾ സ്ഥലം കഴിഞ്ഞ ശേഷം ആദ്യം ഫാൻസി ഷോപ്പിലാട്ടോ കയറിയിട്ടുള്ളത്. അപ്പോൾ അത് എടുത്തിട്ട് വേണം ഇനി നമുക്ക് ബാഗ് നോക്കാൻ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നല്ല സെലക്ഷനും ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള ബാംഗിൾസും ഇയറിങ്സും എല്ലാം നല്ലതായിട്ടുണ്ട്. അധികം വിലയില്ല കേട്ടോ. ഒക്കെ 2 റിയാൽ 3 റിയാൽ ആ ഒരു ലെവലിൽ വരുന്നുള്ളൂ. ഒക്കെ നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുള്ളതാണ്. കുറച്ച് ഫാൻസി ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ ശികക്ക്. അവിടുന്ന് പിന്നെ 1-2 എടുത്തിട്ടൊന്നും അവൾ ഇറങ്ങിപ്പോരില്ല. ഇങ്ങനത്തെ സാധനങ്ങളാകുമ്പോൾ കാണുന്ന എല്ലാ മോഡലും ഓരോന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അത്യാവശ്യത്തിന് തന്നെ എല്ലാ മോഡലും ഓരോന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ അടുത്തുള്ള ഷോപ്പിലേക്ക് തന്നെ കയറുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ബാഗ് സെലക്ഷൻ കാണാനുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയ ശേഷം ഒക്കെ 1-2 മോഡൽ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പോലെയുള്ള ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ പല കളറും ഉണ്ട്. അപ്പോൾ ഈ ഒരു പിസ്ത കളറിലുള്ള ഈ ഒരു ബാഗാണ് കേട്ടോ എടുക്കുന്നത്. ഇതിനകത്തൊരു പേഴ്സും വരുന്നുണ്ട്. പിന്നെ അധികം റേറ്റും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ബാഗിന്. അപ്പോൾ അവൾക്കുള്ള ബാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ടില്ല, ഞാൻ ആദ്യം കണ്ട ഷോപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നും കൂടെ നോക്കിയിട്ട് വേറെ കിട്ടുകയാണെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ ആദ്യത്തെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഷോപ്പിൽ നിന്ന് ഷികക്കുള്ള ബാഗ് വാങ്ങി ഇറങ്ങി. അപ്പോൾ അതാ ഷിക മൈലാഞ്ചി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മൈലാഞ്ചിയും കൂടെ വാങ്ങിയേക്കാന്ന് കരുതിയിട്ട് മൈലാഞ്ചിയും കൂടെ വാങ്ങിയേക്കാണ്. പിന്നെ ഇതൊക്കെ ഊതിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ഈ ഒരു സൂക്കിൽ വന്നാൽ നമ്മൾ ഓരോ കടകളിലും കയറി ഇറങ്ങും കേട്ടോ. കാരണം ഓരോ കടകളും തൊട്ടടുത്തടുത്താണ്. പിന്നെ ഓരോ കടകളിലും വ്യത്യസ്ത മോഡലുള്ള ബാഗുകളാണെന്നുണ്ടെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇനി ഈ ഒരു കടയിലും കൂടെ ഒന്ന് കയറി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടയിൽ ബാഗ് മാത്രമല്ല കേട്ടോ, ഫാൻസി ഐറ്റംസും പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് സോസറൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് നല്ല വിലയുണ്ട് കേട്ടോ. ഒരു കപ്പും സോസറിനും തന്നെ 30 റിയാലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഷിക എനിക്ക് ഈ ഒരു ബോട്ടിൽ കാണിച്ചു തരുമായിരുന്നു, ഈ യൂണിക്കോണിൻ്റെ. അപ്പോൾ അവൾക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബാഗ് നോക്കിയിട്ട്, അപ്പോൾ ബാഗ് സെലക്ഷൻ കുറവാണ്. അപ്പോൾ ഈ ഒരു ബാഗ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഞാൻ പിന്നെ തീരുമാനിച്ചു, ഞാൻ ആദ്യം കണ്ട ഷോപ്പിൽ നിന്ന് തന്നെ ബാഗ് എടുക്കുക എന്നുള്ളത്. ഞാൻ ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കണ്ട ആ ഷോപ്പിൽ തന്നെ പോയിട്ട് എടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. കാരണം ഓരോ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോഴേക്ക് ഇക്കാൻ്റെ ക്ഷമ കെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇക്കാക്ക് ഇങ്ങനെ നമ്മളെ കൂടെ എന്താ പറയുക, ഈ ഡ്രസ്സ് എടുക്കാൻ വരിക, അതുപോലെ ബാഗ്, ചെരുപ്പ് ഇതൊക്കെ ഷോപ്പ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. കാരണം നമ്മൾ ഒരെണ്ണം കാണുന്നത് എടുത്ത് പോരൊന്നുമില്ലല്ലോ, നമ്മൾ കുറച്ച് തിരഞ്ഞിട്ട് തന്നെയല്ലേ എടുക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം അവരെ ക്ഷമയൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ ഇക്കാൻ്റെയും മോൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ ഷോപ്പിൽ നിന്ന് അതന്നെ എടുക്കാൻ വിചാരിച്ചിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് സ്ഥലം കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയമായപ്പോഴേക്കും. അപ്പോൾ സ്ഥലം കഴിയണ വരെ ഇതാ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്ഥലം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ബാഗ് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് കളറിലുള്ള ബാഗാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് എടുത്തിട്ട് പിന്നെ ഡ്രസ്സും കൂടെ നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് നടന്നതുകൊണ്ട് തന്നെ പിന്നെ ആർക്കും അവിടെ ഡ്രസ്സ് നോക്കാനുള്ള മൂഡൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇക്കാക്ക് ഇന്ന് 2nd ഡോസ് വാക്സിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും അവിടേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ പിന്നെ ബാഗ് എടുത്ത ശേഷം നേരെ വാക്സിന് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജിദ്ദ എയർപോർട്ടിലാണ് കേട്ടോ നമുക്ക് വാക്സിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഡോസ് ഞാൻ വെക്കുകയാണ് കേട്ടോ, ഒരുമിച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം 2nd ഡോസ് ഇക്കാക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെച്ചോ വേറെണ്ടോ? അപ്പോൾ ഇക്കാക്ക് ഇതാ വാക്സിനൊക്കെ എടുത്തു. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ കേട്ടോ. ഇനി പുറത്തൊന്നും പോകണില്ല. കാരണം നല്ലോണം നടന്നുകൊണ്ട് തന്നെ ആർക്കും പിന്നെ ഇനി പുറത്ത് പോകാനുള്ള മൂഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ രാത്രിക്കുള്ള ഫുഡ് വാങ്ങിയിട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങുന്നത് നമ്മളടുത്ത് തന്നെ ഉണ്ട്, അൽബേക്ക്. അവിടെ നിന്നാട്ടോ വാങ്ങുന്നത്. ഫ്രൈഡേ ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്നായിരിക്കും കേട്ടോ ഫുഡ്. കാരണം പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് പുറത്തുനിന്ന് വേണ്ടി വരും. അപ്പോൾ അൽബേക്ക് ഇഷ്ടമാണ്, എനിക്കും മോനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഷികക്ക് ഇഷ്ടമല്ല, ഷിക അൽബേക്കൊന്നും കഴിക്കൂല. അപ്പോൾ ഷികക്ക് പിസയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇനി പെരുന്നാൾക്ക് ഡ്രസ്സ് പിന്നെ പോയിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരു മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്